എല്ലാവർക്കും പോത്തൻ സെസോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ബേക്കറിയിൽ കിട്ടുന്നേക്കാൾ കിടിലൻ രുചിയുമായിട്ടുള്ള ഒരു പഫ്സ് പേസ്ട്രിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് പേസ്ട്രി കൊണ്ട് നമ്മൾ പഫ്സും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ആദ്യം തന്നെ ഞാൻ 1/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയുടെ അളവ് നമുക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതലെടുക്കാം. ഞാനിതിപ്പോൾ 1/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1/4 കിലോ മൈദയ്ക്കുള്ള അളവുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. അത് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മളിത് കുഴച്ച് വരുമ്പോഴേക്കും തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അതിൽ തരിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് പരത്തി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല തണുത്ത വെള്ളമാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐസ് കോൾഡ് വാട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ വേണ്ടത് വിനാഗിരിയാണ് വേണ്ടത്. വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേണ്ടത് ബട്ടറാണ് വേണ്ടത്. അപ്പം നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുമ്പം എല്ലാ സാധനങ്ങളും നമ്മൾ റൂം ടെമ്പറേച്ചർ വേണമെന്നാണ് പറയുന്നത്. പഫിൻ്റെ കാര്യത്തിൽ എല്ലാം നേരെ തിരിച്ചാണ്. ഇതിനെല്ലാം വേണ്ടത് തണുത്ത സാധനങ്ങളാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് എടുത്തിരിക്കുന്നത് 125 ഗ്രാമാണ്. നമ്മൾ എത്ര മൈദയാണോ എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഏത് ഫാറ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം 250 ഗ്രാം മൈദയ്ക്ക് 125 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് 1/2 കപ്പ് വെള്ളമേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ ചില മൈദ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് 1/2 കപ്പ് കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 2 സ്പൂണോ അതിൽ കൂടുതൽ ഒട്ടും വേണ്ടി വരത്തില്ല. നമുക്ക് ഒഴിക്കാൻ മൈദയുടെ അനുസരിച്ചും ചിലപ്പം വ്യത്യാസം വരാറുണ്ട്. അപ്പം ഇത് 1/2 കപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പഞ്ചസാര 1 ടീസ്പൂൺ മതിയാവും. അത് ഞാൻ ഈ ഒരു ഇത്രയും ഇടുന്നുള്ളൂ. ഇത് 1 ടീസ്പൂൺ കാണും. ഇത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഈ ഉപ്പും പഞ്ചസാരയും അതുപോലെ തന്നെ ഈ ബട്ടറും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിൽ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാൻ പോവാണ്. ഈ സമയത്ത് നിങ്ങൾ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാം. ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമുക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് കറക്റ്റ് വെള്ളമേ എനിക്കായിട്ടുള്ളൂ. 1/2 കപ്പ് വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഞാനൊരു പ്ലാസ്റ്റിക് കവറ്, ഇത് വലിയൊരു കവറാണ് കേട്ടോ, അത് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒരു കവറിലേക്ക് നമുക്ക് ഈ മാവ് കുഴച്ചത് വെച്ച് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ സമയം നമ്മൾ ബട്ടർ റെഡിയാക്കി വരുന്ന സമയത്തിന് മാവ് നന്നായിട്ട് തണുത്തിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. നമുക്കിതിലേക്ക് ബട്ടർ റെഡിയാക്കി എടുക്കാം. അപ്പം ബട്ടർ ഞാൻ ഇടുവാണ്. ഈ പാത്രത്തിലേക്ക് തന്നെ ഇടുവാണ്. ഇതിലേക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. 1 2. ഇത് നമുക്ക് കുഴച്ച് വരുമ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്നതേ ഉള്ളത്. ഇത് നമുക്കൊന്ന് നമ്മുടെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാനായിട്ട് എളുപ്പമാർഗം ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് കുറച്ച് മൈദയൊന്ന് തൂവി കൊടുക്കാം. ഇനി കുഴച്ച് ഇതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇതിൻ്റെ എല്ലാം തണുപ്പ്
നന്നായിട്ട് തണുത്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് വരത്തുള്ളൂ. വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് മടക്കാൻ പോവാണ്. ഞാനിതൊന്ന് റോൾ ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊന്ന് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും പരത്തിയാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് ഒന്നെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാവും അതുപോലെ തന്നെ ഈ ബട്ടറിൻ്റെ ഈ ലെയറും, ഇത് രണ്ടും 10-15 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് ഞാൻ വെക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മൾ ബട്ടറിൻ്റെ ലെയർ ഉണ്ടാക്കിയതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ആദ്യം തന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ ഈ ബട്ടറിൻ്റെ ലെയർ ഉണ്ടാക്കിയത് ഈ മാവിൽ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് വെച്ച് നോക്കിയാൽ മതി. കുറച്ചും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. നടുഭാഗം ഒത്തിരി കനം കുറയ്ക്കേണ്ട, സൈഡിലോട്ട് കനം കുറച്ച് പരത്തിയാൽ മതി. പ്ലാസ്റ്റിക് കവറിനകത്തുനിന്ന് നമുക്കിതിനെ എടുക്കാം. എടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കവർ ചെയ്ത് കൊടുക്കാം. അതായത് ഈ ബട്ടറിൻ്റെ ലെയർ ഇതിനകത്ത് കവർ ചെയ്ത് ഇരിക്കണം. ഈ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബട്ടറിൻ്റെ ലെയർ നന്നായിട്ട് ഇതിനകത്ത് കവറായിരിപ്പുണ്ട്. ഇത് നല്ല തണുത്തിരിക്കുവാണ്. നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടെ പരത്താം. പക്ഷേ ഞാനിതിപ്പോൾ പരത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങ് പരത്തുമ്പോഴേക്കും ഈ ബട്ടറിൻ്റെ ലെയർ എല്ലാം കൂടെ പൊട്ടി വെളിയിലേക്ക് വരും. അപ്പോൾ ഇത് വീണ്ടും നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം ഞാനിത് വീണ്ടും 10 മിനിറ്റത്തേക്ക് ഫ്രീസറിലേക്ക് വെക്കുവാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് പരത്താൻ തുടങ്ങാം. വളരെ പതുക്കെ വേണം നമ്മളിത് പരത്താൻ വേണ്ടി. ഓരോ ലെയറിലും നന്നായിട്ട് ബട്ടർ സീലായിട്ടിരുന്നാലേ ഉള്ളൂ നമ്മൾ അത് ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കുക്കറിലോ ഒക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നന്നായിട്ടത് പൊങ്ങി വരത്തുള്ളൂ. ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് താഴത്തോട്ടും പരത്തിയാൽ മതി. അപ്പം ഏകദേശം ഈവനായിട്ട് തന്നെ എല്ലായിടത്തേക്കും. ഇത് ഞാൻ ഫോൾഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുക. ഇതിൻ്റെ നമ്മുടെ ഈ മാവിൻ്റെ പകുതിയിലേക്ക് വെക്കുമ്പോൾ സൈഡ് ഒന്ന് നമ്മൾ കറക്റ്റ് അല്ല എങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് വലിച്ച് ഒന്ന് കറക്റ്റ് ആക്കിക്കോളൂ. ഇനി ഇവിടുന്ന് ഈ ലെയർ എടുത്ത് ഇതിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ എത്ര ലെയറാവും നമ്മൾ വെച്ചിരിക്കുന്ന ആ മൈദ ബട്ടറിൻ്റെ ലെയർ നമ്മളിത് മടക്കുന്ന അനുസരിച്ചാണ് നമ്മൾ പഫ്സ് ഉണ്ടാക്കുമ്പോഴേക്കും അതിങ്ങനെ പൊങ്ങി വരുന്നത്. അതിലെത്ര ലെയർ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് വീണ്ടും ഞാനത് പരത്താൻ പോവാണ്. വളരെ ഫോഴ്സ് കുറഞ്ഞ് അതുപോലെ തന്നെ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കഴിവതും നന്നായിട്ട് തണുത്തതിന് ശേഷം പരത്താൻ ശ്രമിക്കുക. നമ്മൾ നേരത്തെ മടക്കിയ ഭാഗം വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫ്രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മടക്കുന്നത് ഇനി ഇങ്ങോട്ടാണ് മടക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാം. ഇത് ഡ്രൈ ആയി പോകരുത്. ഇത് പൊതിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനകത്തൂടെ നമുക്ക് തണുപ്പ് കയറി കഴിഞ്ഞാൽ അത് ഒത്തിരി ഡ്രൈ ആയി. ഇപ്പോൾ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും മൈദ ഇട്ട് കൊടുക്കുക. ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇപ്പം ഞാൻ വെക്കുന്ന മസാല ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിതെല്ലാം ചെയ്ത് മസാല ഉണ്ടാക്കുന്ന എല്ലാം കൂടെ വീഡിയോ വരുമ്പോഴേക്കും ഒത്തിരി ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു മസാല നിങ്ങൾക്ക് ഇതിനകത്ത് വെജ് ആക്കാം, അല്ലെങ്കിൽ മുട്ട പപ്സ് ആക്കാം, ചിക്കൻ ആക്കാം,
ബീഫ് ആക്കാം, എന്ത് വേണേലും ചെയ്യാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുക. മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കരുത്. കൂടുതൽ എണ്ണ ഒഴിച്ച് മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഓവനകത്ത് കയറി കഴിയുമ്പോഴേക്കും ആ എണ്ണ എല്ലാ സൈഡിൽ കൂടെ ഒലിച്ച് വരാൻ തുടങ്ങും. അപ്പോഴേക്കും ഇതുകൊണ്ട് വളരെ എണ്ണ കുറയ്ക്കുക. അതുപോലെ തന്നെ സവോള ഒത്തിരി അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല. കാരണം ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും അതിനകത്ത് ഇരുന്ന് നന്നായിട്ട് വെന്തോളും. ഇത് വീണ്ടും നമ്മൾ മടക്കുവാണ്. 1ാമത്തെ ഫോൾഡും നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. സെയിം രീതിയിൽ തന്നെ വീണ്ടും ഞാൻ പരത്താൻ പോവാണ്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ഫോൾഡാണ്. ഇതും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ 5ാമത്തെ ഫോൾഡാണ് ചെയ്യാൻ പോണത്. ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. കാണാം, ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇത്രയും വലുതാക്കിയിട്ടാണ് നമ്മൾ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മൾ ഈ സൈഡെല്ലാം നമ്മളിപ്പോൾ പരത്തി വരുമ്പോൾ ഇതെല്ലാം ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ സൈഡ് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വിടണം. ഇതിൻ്റെ സൈഡിൽ നിന്നാണ് ഞാനിപ്പം കട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ 4 സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ 4 സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഈ ഒരു നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. അതായത് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ കിട്ടും. അപ്പോഴേക്കും ഇത് വെച്ചിട്ടാണ് ഞാനിനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ സമയത്ത് നമുക്ക് ഓവൻ 220 ഡിഗ്രിയിൽ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അതുപോലെ തന്നെ കുക്കറിലും വെക്കാം. നമ്മൾ 2 രീതിയിലും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനൊരു പനീറിൻ്റെ മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മസാല ഉണ്ടാക്കുക. എല്ലാം കൂടെ കാണിച്ചാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നമുക്ക് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട എടുക്കുമ്പോഴേക്കും നിങ്ങളതിൻ്റെ ഉണ്ണി മാത്രമായിട്ട് എടുക്കുക. അപ്പം നല്ലൊരു കളറ് നമുക്ക് കിട്ടും. 1 ടീസ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം എടുക്കുക. അതിലൊന്ന് കൈ നനച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ, ഈ സൈഡിൽ മാത്രം നമുക്കൊന്ന് പതുക്കെ തൂത്ത് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പതുക്കെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വെജ് മാത്രം കഴിക്കുന്നവരാണ്, വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾ പാല് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കുക്കറിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് 2 എണ്ണമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ശകല എണ്ണ തടവി അതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. 220ലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു 27 മിനിറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുക്കറിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. 2 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. കുക്കർ ഞാൻ അടച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ വെയിറ്റും വെക്കരുത്, എൻ്റെ വാഷറും വെക്കരുത്. കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് തുറന്ന് നോക്കാം. 27 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് ഓവനകത്ത് വെച്ചത് ബേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പം നമ്മൾ ഓവനിൽ വെച്ചും അതുപോലെ തന്നെ കുക്കറിൽ വെച്ചും നമ്മൾ പപ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സൗണ്ട്, നല്ല ക്രഞ്ചി ആയിട്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.